സംസ്ഥാനത്തെ സപ്ലൈകോയിൽ വിഷു ഈസ്റ്റർ ഫെയർ ആരംഭിച്ചു. എല്ലാ താലൂക്കിലും ഒരു പ്രധാന സപ്ലൈകോ വിൽപ്പനശാല വിഷു ഈസ്റ്റർ ഫെയർ ആയി ഏപ്രിൽ 19 പ്രവർത്തിക്കും. വിഷുദിനവും ദുഃഖവെള്ളി ദിനവും ഒഴികെ മറ്റ് എല്ലാ ദിവസങ്ങളിലും തന്നെ ഫെയറുകൾ തുറന്നു പ്രവർത്തിക്കുന്നതായിരിക്കും. തുവരപ്പരിപ്പ്, മുളക്, കടല, ഉഴുന്ന്, വൻപയർ എന്നീ സബ്സിഡി സാധനങ്ങളുടെ വില വെള്ളിയാഴ്ച മുതൽ സപ്ലൈകോ വിൽപ്പനശാലകളിൽ കുറവ് തുകയ്ക്ക് ലഭിക്കും. 4 മുതൽ 10 രൂപ വരെയാണ് കിലോഗ്രാമിന് ഇനങ്ങൾക്ക് കുറയുക. ഉഴുന്ന് 90 രൂപയ്ക്കും വൻകടല കിലോഗ്രാമിന് 65 രൂപയ്ക്കും ലഭിക്കും. കൂടാതെ വൻപയർ 75 രൂപയും തുവരപ്പരിപ്പ് 105 രൂപയുമാണ്. മുളക് 500 ഗ്രാമിന് 57 രൂപ എന്നിങ്ങനെയാണ് സപ്ലൈകോ വിൽപ്പനശാലകളിൽ നിന്നും ലഭിക്കുക. പഞ്ചസാര 1 കിലോ 34 രൂപ 65 പൈസയ്ക്ക് ലഭിക്കും. വെളിച്ചെണ്ണ 1 ലിറ്റർ പാക്കറ്റിന് 240 രൂപയായിരിക്കും. ജയ അരിക്ക് 33 രൂപയും പച്ചരിക്ക് 1 കിലോ 29 രൂപയും കുറുവ അരി 33 രൂപയ്ക്കുമാണ് വിഷു ഈസ്റ്റർ വിപണിയിൽ നിന്നും പൊതുജനങ്ങൾക്ക് ലഭിക്കുക. കൂടാതെ സംസ്ഥാനത്ത് പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചതിനു പിന്നാലെ തൊഴിലുറപ്പ് മേഖലയിലെ വിവിധ മേഖലയിൽ തൊഴിലുകൾ ആരംഭിച്ചിരിക്കുകയാണ്. തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും നിർദ്ദേശങ്ങൾ ലഭിക്കുന്നതിനനുസരിച്ച് തൊഴിൽ കാർഡുകൾ ലഭിക്കുന്നവർക്ക് കൃത്യമായ തൊഴിൽ ലഭിക്കുന്നതാണ്. നിലവിൽ 369 രൂപയാണ് പ്രതിദിനമായി ലഭിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ വർധനവ് ഉണ്ടായത്. കൂടാതെ തൊഴിലുറപ്പ് പദ്ധതിക്ക് കീഴിലുള്ള വേതനം കുറഞ്ഞത് 400 രൂപയായി ഉയർത്തണമെന്ന് പാർലമെന്ററി പാനൽ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ തൊഴിലുറപ്പ് ദിനങ്ങൾ 100 ദിവസമാണ്. 100 ദിവസം എന്നുള്ളത് 150 ദിവസമായി ഉയർത്തണമെന്നും പാർലമെന്ററി പാനൽ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്രം ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ദിവസവേതനം 400 രൂപയും തൊഴിൽ ദിനങ്ങൾ 150 ദിവസവുമായി ഉയരും.